ഹായ് സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചാർജിംഗ് ബൈ ഫ്രിക്ഷൻ എന്താണെന്ന് പഠിച്ചു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാർജിംഗ് ബൈ ഇൻഡക്ഷനെ കുറിച്ചാണ്. പ്രധാനമായും 3 കാര്യങ്ങൾ. ഒന്ന്, എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ. 2, ഈ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ കണ്ടക്ടേഴ്സിനെ ചാർജ് ചെയ്യാം. എന്തുകൊണ്ട് ഇൻസുലേറ്റേഴ്സിനെ ചാർജ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം നമുക്ക് എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ ഇൻ മെറ്റൽസ് എന്ന് നോക്കാം. ഇവിടെ ഒരു മെറ്റാലിക് കണ്ടക്ടർ എടുത്തിട്ടുണ്ട്. ഈ കണ്ടക്ടറിനെ ഒരു ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിന്റെ മുകളിൽ വെച്ചിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഒരു മെറ്റാലിക് കണ്ടക്ടറിനെ ചാർജ് ചെയ്യണമെങ്കിൽ അതിനെ ഒരു ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിന്റെ മുകളിൽ വെക്കണം. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞതാണ്. ഓക്കെ, ഇതൊരു ന്യൂട്രൽ കണ്ടക്ടർ ആണ്. ന്യൂട്രൽ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതിന്റെ നെറ്റ് ചാർജ് 0 ആണ്. പക്ഷെ ഇതിൽ കുറെ അധികം ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്, അതുപോലെ തന്നെ പോസിറ്റീവ് ചാർജ്ഡ് മെറ്റൽ അയോൺസും ഉണ്ട്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇതിനെ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ മുഖേന ചാർജ് ഡെവലപ്പ് ചെയ്യിക്കുന്നത് എന്ന് നോക്കാം. അതിനാദ്യം നിങ്ങൾ ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു ഗ്ലാസ് റോഡ് ഈ കണ്ടക്ടറിന് അടുത്ത് കൊണ്ടുവരിക. ഓക്കെ, ഇതിനെ ടച്ച് ചെയ്യേണ്ട, അടുത്ത് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എ മെത്തേഡ് ഓഫ് ചാർജിങ് വിത്തൗട്ട് ടച്ചിങ്, വിത്തൗട്ട് കോണ്ടാക്ട്. ഓക്കെ, ഇങ്ങനെ ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള ഗ്ലാസ് റോഡ് ഇതിനടുത്ത് കൊണ്ടുവന്ന് വെച്ചാൽ ഇതിൽ കുറെ അധികം ഫ്രീ ഇലക്ട്രോണുകൾ ഉണ്ട്. ഈ ഇലക്ട്രോണുകളെ ഈ പോസിറ്റീവ് ചാർജ് ഉള്ള ഗ്ലാസ് റോഡ് അട്രാക്ട് ചെയ്യുന്നു. അങ്ങനെ അട്രാക്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഇവിടെയുള്ള ഇലക്ട്രോണുകൾ ഈ സൈഡിൽ എന്ത് ചെയ്യുന്നു? അക്യുമുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ സൈഡിൽ എക്സസ് ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട് എന്ന് പറയാം. ഈ എക്സസ് ഓഫ് ഇലക്ട്രോൺസ് കാരണം ഈ സൈഡിന് നെഗറ്റീവ് ചാർജ് ലഭിക്കുന്നു. അതേസമയം ഈ സൈഡിൽ ഇലക്ട്രോണുകളുടെ കുറവുണ്ട്. സോ ദർ ഇസ് എ ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺസ്. ഈ ഇലക്ട്രോണുകളുടെ ഡെഫിഷ്യൻസി കാരണം ഈ സൈഡിൽ പോസിറ്റീവ് ചാർജ് അക്യുമുലേറ്റ് ചെയ്യും. ഇവിടെ എത്ര നെഗറ്റീവ് ചാർജ് ഉണ്ടോ അത്രയും തന്നെ അതിന് ഈക്വൽ എമൗണ്ട് പോസിറ്റീവ് ചാർജ് ഇവിടെ അക്യുമുലേറ്റ് ചെയ്യും. മനസ്സിലായോ? ഓക്കെ, ഇനി എപ്പോഴാണോ ഈ ഗ്ലാസ് റോഡിനെ ഇവിടുന്ന് എടുത്ത് മാറ്റുന്നത്, അതേ സമയത്ത് ഇവിടെയുള്ള ഇലക്ട്രോണുകൾ വീണ്ടും റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുകയും ഈ മുഴുവൻ ചാർജുകൾ ഇല്ലാതാവുകയും ചെയ്യും. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഈ സൈഡ് നെഗറ്റീവും ഈ സൈഡ് പോസിറ്റീവും ആയിരിക്കുന്നത് എപ്പോൾ മാത്രമാണ്? ഈ ഗ്ലാസ് റോഡ് ഉള്ളപ്പോൾ മാത്രമാണ്. അതുകൊണ്ട് ഇവിടെയുള്ള ഈ ചാർജ് അല്ലെങ്കിൽ ഈ ഒരു സ്പേഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജ് പെർമനന്റ് അല്ല. ഓക്കെ, ഇതൊരു ടെമ്പററി ഇലക്ട്രിഫിക്കേഷൻ ആണ്. മനസ്സിലായോ? ഈ ഒരു പ്രോസസ്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്, പോസിറ്റീവ് ചാർജ് ഉള്ള ബോഡിയാണ് കൊണ്ടുപോയി വെക്കുന്നതെങ്കിൽ ഈ കണ്ടക്ടറിന്റെ ചാർജ്ഡ് ബോഡിക്ക് അടുത്തുള്ള സൈഡിൽ ഡിസിമിലർ ചാർജും ഫാർദർ സൈഡിൽ സിമിലർ ചാർജുമാണ് എന്ത് ചെയ്യുന്നത്? അക്യുമുലേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഈ ഒരു പ്രോസസ് ഓഫ് ഇലക്ട്രിഫിക്കേഷനെയാണ് നിങ്ങൾ എന്ത് വിളിക്കുന്നത്? ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ എന്ന് വിളിക്കുന്നത്. സോ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ടെമ്പററി ഇലക്ട്രിഫിക്കേഷൻ of a conductor in which dissimilar charge is accumulated at the closer side and similar charge is accumulated at the farther side in the presence of a nearby charged body. Okay, ഇതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെടുന്ന ചില ഇമ്പോർട്ടന്റ് പോയിന്റ്സ് നോക്കാം. നിങ്ങൾ വിചാരിക്കൂ, ഇതിന്റെ ചാർജ് +Q ആണെന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ ഈ നിയറർ സൈഡിൽ അക്യുമുലേറ്റ് ചെയ്യുന്ന ചാർജ് ഇതിന് ഈക്വലും ഓപ്പോസിറ്റും ആയിരിക്കും. സോ ഇവിടെ ഉണ്ടാവുന്ന ചാർജ് -Q ആയിരിക്കും. അതേപോലെ ഫാർദർ സൈഡിൽ ഉണ്ടാവുന്ന ചാർജ് +Q ആയിരിക്കും. മനസ്സിലായോ? ഇനി ഈ കണ്ടക്ടറിൽ ഉണ്ടായിരിക്കുന്ന ഈ നെഗറ്റീവ് പോസിറ്റീവ് ചാർജിനെ നമ്മൾ വിളിക്കുന്നത് ഇൻഡ്യൂസ്ഡ് ചാർജ് എന്ന് വിളിക്കുക. ഇൻഡ്യൂസ്ഡ് ചാർജ്. ഈ ചാർജ്ഡ് ബോഡിയിലുള്ള ചാർജിനെ വിളിക്കുന്ന പേരാണ് ഇൻഡ്യൂസിങ് ചാർജ് എന്ന് വിളിക്കുക. ഇൻഡ്യൂസിങ് ചാർജ്. ഇനി
നമുക്ക് അറിയേണ്ടത് ഈ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ പോസിറ്റീവ് ചാർജുള്ള ബോഡിയാക്കി എങ്ങനെ മാറ്റാം, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ നെഗറ്റീവ് ചാർജുള്ള ബോഡിയാക്കി മാറ്റാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുന്നു. ഒരു കണ്ടക്ടിങ് സ്ഫിയർ തന്നു. ആ കണ്ടക്ടിങ് സ്ഫിയറിനെ ടച്ച് ചെയ്യാതെ പോസിറ്റീവ് ചാർജുള്ള ബോഡിയാക്കി മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഓക്കെ, അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം പോസിറ്റീവ് ചാർജുള്ള ബോഡിയാക്കി മാറ്റാം. എങ്ങനെ? ഏത് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട്? ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ അല്ലെങ്കിൽ ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിനെ പോസിറ്റീവ് ചാർജുള്ളതാക്കി മാറ്റാം. ഓക്കെ, ഇനി നമുക്ക് അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പഠിക്കാം. ഇങ്ങനെയാണ് ചാർജിങ് എ മെറ്റൽ സ്ഫിയർ പോസിറ്റീവ്ലി വിത്തൗട്ട് ടച്ചിങ് ഇറ്റ്. ടച്ച് ചെയ്യാതെ ഒരു മെറ്റൽ സ്ഫിയറിനെ പോസിറ്റീവ് ചാർജുള്ളതായി മാറ്റുന്നത് എങ്ങനെ? അതിനുവേണ്ടി നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഉപയോഗിക്കാം. ഇനി അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ പറയാം. ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്പർ 1, നിങ്ങൾ ആദ്യം തന്നിരിക്കുന്ന മെറ്റൽ സ്ഫിയറിനെ ഒരു ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിന് മുകളിൽ വെക്കുക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതൊരു ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡാണ്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഇതിനെ നിങ്ങൾക്ക് എന്താക്കി മാറ്റണം? പോസിറ്റീവ് ചാർജ് ഉള്ളതാക്കി മാറ്റണം. ഇതിനെ പോസിറ്റീവ് ചാർജ് ഉള്ളതാക്കി മാറ്റണമെങ്കിൽ ഇതിനടുത്ത് കൊണ്ടുവരുന്നത് ഒരു നെഗറ്റീവ് ചാർജുള്ള ബോഡി ആയിരിക്കണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ കണ്ടക്ടിങ് സ്ഫിയറിനെ തൊട്ടടുത്തായിട്ട് നിങ്ങളൊരു നെഗറ്റീവ് ചാർജുള്ള ബോഡി കൊണ്ടുവരിക. നെഗറ്റീവ് ചാർജുള്ള ബോഡി. അങ്ങനെ നെഗറ്റീവ് ചാർജുള്ള ബോഡി കൊണ്ടുവന്നാൽ ഉടനെ തന്നെ ഇതിന്റെ നിയറർ സൈഡിൽ പോസിറ്റീവ് ചാർജ് അക്യുമുലേറ്റ് ചെയ്യും, ഫാർദർ സൈഡിൽ നെഗറ്റീവ് ചാർജ് അക്യുമുലേറ്റ് ചെയ്യും. ശരിയല്ലേ? ഓക്കെ, ഇനി ഇതിനെ പോസിറ്റീവ് ചാർജ് ആക്കി മാറ്റണമെങ്കിൽ ഈ നെഗറ്റീവ് ചാർജിനെ ഒഴിവാക്കണം, അല്ലെ? പക്ഷേ ഇതെടുത്ത് മാറ്റിയാലോ? ഇതെടുത്ത് മാറ്റിയാൽ ഈ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ത് ചെയ്യും? ഇല്ലാതാവും. ഇലക്ട്രോണിന്റെ റീഡിസ്ട്രിബ്യൂഷൻ കാരണം ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ, ഈ സ്പേഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജ് എന്ത് ചെയ്യും? ഇല്ലാതാവും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഗ്ലാസ് റോഡിനെ അവിടെ തന്നെ വെക്കണം. എന്നിട്ട് ഈ നെഗറ്റീവ് ചാർജിനെ ഒഴിവാക്കണം. അതിനെ ഒഴിവാക്കാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി അറിയോ? ഈ സൈഡ് എർത്ത് ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി? എർത്ത് ചെയ്യുക. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ആ ചാർജ്ഡ് ബോഡി അവിടെ തന്നെ വെക്കുക. എന്നിട്ട് ഈ കണ്ടക്ടിങ് സ്ഫിയറിന്റെ നെഗറ്റീവ് ചാർജുള്ള സൈഡ് എർത്ത് ചെയ്യുക. അപ്പൊ ഇതിനെ എർത്ത് ചെയ്തു. അങ്ങനെ എർത്ത് ചെയ്താൽ എന്താ സംഭവിക്കുക? ഇവിടെയുള്ള നെഗറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള എക്സസ് ഓഫ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? എർത്തിലേക്ക് ഷെയർ ചെയ്യപ്പെടും. അതുകൊണ്ട് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അവിടെ എന്തുണ്ടാവും? ഒരു മൊമെന്ററി കറണ്ട് ഉണ്ടാവും. ശരിയല്ലേ? ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇനി നമുക്ക് ഈ എർത്തിങ് എന്ത് ചെയ്യണം? ഒഴിവാക്കണം. അപ്പൊ എർത്തിങ് ഒഴിവാക്കുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഗ്ലാസ് റോഡ് അവിടെ തന്നെ വെക്കണം. കാരണം ഈ ഗ്ലാസ് റോഡ് ഇപ്പൊ എടുത്തു മാറ്റിയാൽ എന്താ സംഭവിക്കുക? ഈ പോസിറ്റീവ് ചാർജ് നേരെ എന്ത് ചെയ്യും? എർത്തിലേക്ക് ഷെയർ ചെയ്യപ്പെട്ട് ന്യൂട്രലൈസ് ചെയ്യപ്പെടും. അതുകൊണ്ട് ഈ ഗ്ലാസ് റോഡ് ഒഴിവാക്കാൻ പാടില്ല. മനസ്സിലായി? ഗ്ലാസ് റോഡ് ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഈ പോസിറ്റീവ് ചാർജ് എർത്തിലേക്ക് പോകാത്തത്. കാരണം ഈ പോസിറ്റീവ് ചാർജിനെ എന്ത് ചെയ്യുന്നു? ഈ നെഗറ്റീവ് ചാർജുള്ള ബോഡി അട്രാക്ട് ചെയ്ത് അവിടെ നിർത്തിയിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ നാലാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക? സ്റ്റെപ്പ് നമ്പർ 4, ഈ ചാർജ്ഡ് ബോഡി ഇവിടെ തന്നെ വെക്കുക. ഇതിന്റെ പ്രസൻസിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ എർത്തിങ് എന്ത് ചെയ്യുക? ഒഴിവാക്കുക. അങ്ങനെ എർത്തിങ് ഒഴിവാക്കിയാൽ ഇവിടെ എന്തുണ്ടാവും? പോസിറ്റീവ് ചാർജ് ഇവിടെ തന്നെ നിൽക്കും. കാരണം ഇതിനെ ഇത് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് സ്റ്റെപ്പ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഈ ചാർജ്ഡ് ബോഡി ഒഴിവാക്കാം. അപ്പൊ ഈ ചാർജ്ഡ് ബോഡി ഒഴിവാക്കുമ്പോൾ ഈ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യപ്പെടും? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. എവിടെ? ഇതിന്റെ സർഫസിൽ. ദാറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് ദ കണ്ടക്ടർ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇവിടെയുള്ള ചാർജ് എന്ത് ചെയ്യപ്പെടുന്നു? റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു. എവിടെ? സർഫസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു. എങ്ങനെ? യൂണിഫോം ആയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. കാരണം ഒരു സ്പെറിക്കൽ ബോഡി എന്ന് പറയുമ്പോൾ അതിന്റെ കർവേച്ചർ എന്താണ്? സെയിം ആണ്. ഒരു സിമെട്രിക് ആയിട്ടുള്ള ബോഡിയാണ്. അതുകൊണ്ട് ഇവിടെ ചാർജ്
സർഫസിൽ യൂണിഫോം ആയിട്ട് എന്ത് ചെയ്യപ്പെടുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി, പോസിറ്റീവ് ചാർജ് ഉള്ള സ്പെറിക്കൽ ബോഡി കിട്ടി. മനസ്സിലായോ? ഓക്കെ, ഇനി വീണ്ടും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ഇതാണ് ഇൻഡ്യൂസിങ് ചാർജ് എന്ന് പറയുന്നത്, നെഗറ്റീവ് ആണ്. ഇവിടെ ഇൻഡ്യൂസ്ഡ് ചാർജ് ഏതാണ്, ഇൻഡ്യൂസ്ഡ് ചാർജ് ഇതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണ്, ചാർജ് ഇൻഡ്യൂസ്ഡ് ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു ദ ഇൻഡ്യൂസിങ് ചാർജ്. ഇൻഡ്യൂസിങ് ചാർജിന് ഈക്വലും ഓപ്പോസിറ്റും ആണ്. എന്താണെങ്കിൽ അതൊരു കണ്ടക്ടർ ആണെങ്കിൽ, അപ്പൊ കണ്ടക്ടർ ആണെങ്കിൽ ഇൻഡ്യൂസ്ഡ് ചാർജ് ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു ദ ഇൻഡ്യൂസിങ് ചാർജ്. മനസ്സിലായില്ലേ? ഇനി വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഈ ബോഡിക്ക്, ഈ ചാർജ്ഡ് ബോഡിക്ക് ഇൻഡക്ഷൻ മുഖേന ചാർജ് നഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങൾക്ക് പറയാം രണ്ടാമത്തെ കേസിൽ, കാരണം ഇവിടെ എന്ത് ചെയ്യില്ല, ഇവിടുന്ന് ചാർജ് ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള ചാർജ് ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യുന്നുണ്ടോ? അതൊന്നും നടക്കുന്നില്ല. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഇതിന് ചാർജ് നഷ്ടപ്പെടുന്നില്ല. ഓക്കെ, സോ ഇൻ ദ പ്രോസസ് ഓഫ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ there is no loss of inducing charge. ഇൻഡ്യൂസിങ് ചാർജിന് എന്തില്ല, ഒരു ലോസ് ഇല്ല, അല്ലെങ്കിൽ ഈ ബോഡിയുടെ ചാർജിന് എന്തില്ല, ഒരു തരത്തിലുള്ള നഷ്ടവും സംഭവിക്കുന്നില്ല. സോ there is no loss of charge. മനസ്സിലായല്ലോ? സോ ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ മെത്തേഡ് ഉപയോഗിച്ച്, ഈ ഇൻഡക്ഷൻ എന്ന് പറയുന്ന മെത്തേഡ് അപ്ലിക്കബിൾ ആയിട്ടിരിക്കുന്നത് എന്താണ്, എക്സ്റ്റെൻഡഡ് ബോഡീസിന് മാത്രമാണ്. എക്സ്റ്റെൻഡഡ് ബോഡീസ്, കാരണം ഇവിടെ ഒരു സ്പേഷ്യൽ ഡിസ്ട്രിബ്യൂഷനാണ് നടക്കുന്നത്, അല്ലെ? രണ്ട് സൈഡുകളിലായിട്ട് എന്ത് ചെയ്യപ്പെടുന്നു, ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്പേഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പൊ അത് നടക്കണമെങ്കിൽ അതൊരു എക്സ്റ്റെൻഡഡ് ബോഡി ആയിരിക്കണം, ഒരു സൈസ് ഉള്ള ബോഡി ആയിരിക്കണം. മനസ്സിലായില്ലേ? ഇനി അതൊരു പാർട്ടിക്കിൾ ആണെങ്കിലോ, ഒരു പോയിന്റ് സൈസ്ഡ് ഒബ്ജക്റ്റ് ആണെങ്കിലോ, പോയിന്റ് സൈസ്ഡ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിൾ ആണെങ്കിൽ അവിടെ എന്ത് നടക്കില്ല, ചാർജിങ് ബൈ ഇൻഡക്ഷൻ നടക്കില്ല. സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ദ ചാർജിങ് ബൈ ഇൻഡക്ഷൻ ഡസ് നോട്ട് പോസിബിൾ ഇൻ ദ കേസ് ഓഫ് വാട്ട്, എ പാർട്ടിക്കിൾ ഓർ പോയിന്റ് സൈസ്ഡ് ഒബ്ജക്റ്റ്. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി അടുത്തതായിട്ട് നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. നിങ്ങൾക്ക് രണ്ട് കണ്ടക്ടിങ് സ്പിയർ തന്നു. ആ രണ്ട് കണ്ടക്ടിങ് സ്പിയറിനെ പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് ഉള്ളതാക്കി എങ്ങനെ മാറ്റാം, വിത്തൗട്ട് ടച്ചിങ്. അപ്പൊ അവിടെയും നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്ത് തന്നെയാണ്, ഏത് പ്രോസസ് തന്നെയാണ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ് തന്നെയാണ്, അല്ലെങ്കിൽ ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ് ആണ്. ഇനി അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നമുക്ക് അതിന്റെ ഓരോ സ്റ്റെപ്പുകളായിട്ട് പഠിക്കാം. എങ്ങനെയാണ് രണ്ട് സ്പിയറിനെ ഇൻഡക്ഷൻ മുഖേന ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് ഉള്ളതാക്കി മാറ്റുന്നത്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, that is step number 1, നിങ്ങൾക്ക് തന്നിരിക്കുന്ന രണ്ട് കണ്ടക്ടിങ് സ്പിയറിനെയും ഒരു ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിന്റെ മുകളിൽ വെക്കുക. എങ്ങനെ വെക്കണം, ഈ രണ്ട് കണ്ടക്ടിങ് സ്പിയറും പരസ്പരം ടച്ച് ചെയ്യുന്ന രീതിയിൽ വെക്കുക. ഇങ്ങനെ ഇങ്ങനെ വെക്കുക. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, രണ്ടാമത്തത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു ബോഡി ഇതിനടുത്ത് കൊണ്ടുവരിക. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുക, ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു ഗ്ലാസ് ലോഡ് എന്ത് ചെയ്യുന്നു, ഇതിനടുത്തോട്ടേ കൊണ്ടുവരുന്നതായിട്ട് വിചാരിക്കൂ. ഓക്കെ, അപ്പൊ അങ്ങനെ കൊണ്ടുവന്ന എന്താ സംഭവിക്കുക, ഇത് രണ്ടും കോണ്ടാക്റ്റിലാണ് ഉള്ളത്. അപ്പോഴെന്ത് സംഭവിക്കും, നിങ്ങൾ പഠിച്ചത് ഇതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചാർജ് നിയറർ സൈഡിൽ എന്ത് ചെയ്യും, ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ, ഫാർദർ സൈഡ്, അപ്പൊ ഇവിടെ ഫാർദർ സൈഡിൽ എന്ത് ഇൻഡ്യൂസ് ചെയ്യും, സിമിലർ ചാർജ് ഇൻഡ്യൂസ് ചെയ്യും, അല്ലെ? ഇതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് എവിടെ, നിയറർ സൈഡില്. ഓക്കെ, സിമിലർ ചാർജ് ഫാർദർ സൈഡിൽ എന്ത് ചെയ്തു, ഇൻഡ്യൂസ് ചെയ്തു. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇനി നമ്മൾ ഇതിനെ എടുത്തു മാറ്റുകയാണെന്ന് വിചാരിക്കുക. എടുത്തു മാറ്റി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇവിടെ റീഡിസ്ട്രിബ്യൂഷൻ നടക്കും, ചാർജ് എന്ത് ചെയ്യും, ഇല്ലാതാവും, അല്ലെ? ഈ സ്പേഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഇല്ലാതാവും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഗ്ലാസ് റോഡിനെ അവിടെ തന്നെ വെക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഈ രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യുക. എന്ത് ചെയ്യുക, ഈ രണ്ട് സ്പിയറിനെ സെപ്പറേറ്റ് ചെയ്യുക. ഈ ഗ്ലാസ് റോഡ് ഇവിടെ തന്നെ വെക്കുന്നു. എന്നിട്ട് ഇതിനെ രണ്ടിനെ സെപ്പറേറ്റ് ചെയ്തു, ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചു, ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തു. അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചാൽ എന്താ സംഭവിക്കുക,
സംഭവിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഈ നെഗറ്റീവ് ചാർജ് ഇവിടെ ഉണ്ടാവും. ഓക്കെ, പോസിറ്റീവ് ചാർജ് എവിടെയാണ്? ഇവിടെയാണോ ഉണ്ടാവുക അല്ലെങ്കിൽ ഇവിടെയാണോ ഉണ്ടാവുക? പോസിറ്റീവ് ചാർജ് ഇവിടെ ഉണ്ടാവുക. കാരണം എന്തുകൊണ്ടാ? നെഗറ്റീവ് ചാർജ് ഇതിന് അട്രാക്ട് ചെയ്യും, പോസിറ്റീവ് ചാർജ് ഇത് റിപ്പൽ ചെയ്യും. റിപ്പൽ ചെയ്യുന്ന സമയത്ത് ആ റിപ്പൽഷൻ മിനിമൈസ് ചെയ്യണമെങ്കിൽ അതിന് എത്ര ദൂരെ പോയി നിൽക്കാൻ പറ്റുമോ അത്രയും ദൂരെ നിൽക്കും. അതുകൊണ്ട് അത് ഇത് എവിടെയാണ്? ഈ പോസിറ്റീവ് ചാർജ് എവിടെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക? ഈ ഫാർദർ സൈഡിൽ തന്നെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. മനസ്സിലായില്ലേ? ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഒഴിവാക്കാം. ഈ ഗ്ലാസ് റോഡ് ഒഴിവാക്കിയാലും ഈ ചാർജ് ഇവിടെ തന്നെ നിൽക്കും. ഈ നെഗറ്റീവ് ചാർജ് ഇതിലുണ്ടാവും, പോസിറ്റീവ് ചാർജ് ഇവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റെപ്പ് നമ്പർ 4, 4ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ഈ ഗ്ലാസ് റോഡ് നമ്മൾ അവിടുന്ന് എടുത്തു മാറ്റി. ഈ ഗ്ലാസ് റോഡ് എടുത്തു മാറ്റിയാൽ എന്താ സംഭവിക്കുക? ഈ ഗ്ലാസ് റോഡ് ഉള്ളത് കൊണ്ടാണ് ഈ നെഗറ്റീവ് ചാർജ് ഇവിടെ വരുന്നത്, പോസിറ്റീവ് ചാർജ് അകന്നു നിന്നത്. ഇതെടുത്തു മാറ്റിയാൽ ഈ നെഗറ്റീവ് ചാർജും ഈ പോസിറ്റീവ് ചാർജും പരസ്പരം അട്രാക്ട് ചെയ്യും. റിപ്പൽഷൻ ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? ഇതും പരസ്പരം അട്രാക്ട് ചെയ്യുന്നതുകൊണ്ട് നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ടേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും, പോസിറ്റീവ് ചാർജ് ഈ സൈഡിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. കാരണം ഇത് പരസ്പരം എന്ത് ചെയ്യുന്നു? അട്രാക്ട് ചെയ്യുന്നു. മനസ്സിലായില്ലേ? ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിനെ കുറച്ച് ഡിസ്റ്റൻസിലേക്ക് എന്ത് ചെയ്യുക? സെപ്പറേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതിനെന്ത് ചെയ്യുക? വളരെ ദൂരത്തേക്ക് സെപ്പറേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, സോ സ്റ്റെപ്പ് നമ്പർ 5, ഈ ബോഡി ഇവിടെ വെച്ചു, ഇതിനെ കുറച്ച് ദൂരെയായി വെച്ചു. അങ്ങനെ കുറെ ദൂരെ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇവ തമ്മിലുള്ള അട്രാക്ഷൻ വളരെ അധികം കുറയുന്നു. എന്ന് പറഞ്ഞാൽ ഇതും തമ്മിൽ അട്രാക്ഷൻ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ചാർജ് എന്ത് ചെയ്യപ്പെടും? അതിൽ സർഫസിൽ എന്ത് ചെയ്യപ്പെടും? യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജ് ഇതിന്റെ സർഫസിൽ എന്ത് ചെയ്യുന്നു? യൂണിഫോം ആയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു. ഇവിടെ പോസിറ്റീവ് ചാർജ് ഇതിന്റെ സർഫസിൽ എന്ത് ചെയ്യുന്നു? യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടി? ഈക്വലന്റ് ഓപ്പോസിറ്റ് ചാർജിൽ 2 സ്ഫിയേഴ്സ് കിട്ടി ബൈ ദ മെത്തേഡ് ഓഫ് ഇൻഡക്ഷൻ. മനസ്സിലായോ? അപ്പൊ ഇതാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ ഇവിടെയെല്ലാം നമ്മൾ പഠിച്ചത് എന്തിനെ ചാർജ് ചെയ്യുന്ന കേസാണ്? കണ്ടക്ടേഴ്സിനെയാണ് ചാർജ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അവിടെ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ എന്താണ്? ഇൻസുലേറ്റേഴ്സിനെ ഈ മെത്തേഡ് ഉപയോഗിച്ച് ചാർജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഇൻസുലേറ്റേഴ്സിനെ ഈ മെത്തേഡ് ഉപയോഗിച്ച് ചാർജ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ എന്തുകൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റുന്നില്ല? അവിടെ എന്താണ് സംഭവിക്കുന്നത്? അതുകൂടി നമുക്കറിയണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡക്ഷൻ ഇൻ നോൺ മെറ്റൽസ്. ഓക്കെ, അപ്പോൾ ഇൻസുലേറ്റേഴ്സിൽ എങ്ങനെയാണ് ഇത് നടക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു എക്സാമ്പിൾ എടുക്കാം. ഒരു ഇൻസുലേറ്റർ എടുക്കുന്നു, ഒരു ഇൻസുലേറ്റിംഗ് ആറ്റം എടുക്കുന്നു. ഓക്കെ, അപ്പൊ ഇതിന് ഒരു ഇൻസുലേറ്ററിലുള്ള ആറ്റമാണെന്ന് വിചാരിക്കൂ. ആറ്റത്തിൽ എന്തുണ്ടാവും? പോസിറ്റീവ് ചാർജ്ഡ് ന്യൂക്ലിയസ് ഉണ്ടാവും. അതിന് ചുറ്റും ഇലക്ട്രോണുകൾ റിവോൾവ് ചെയ്യുന്നു എന്നാണ് പഠിച്ചത്. പക്ഷെ ഞാൻ പറയുന്നത് അവിടെ ഇലക്ട്രോണിന്റെ ഒരു ക്ലൗഡ് ഉണ്ട് എന്ന് പറയുന്നത്. എന്താണ്? ഇലക്ട്രോൺ ക്ലൗഡ്. ഇതൊരു ഐസൊലേറ്റഡ് ആറ്റം ആണെങ്കിൽ ആ ഇലക്ട്രോൺ ക്ലൗഡ് സിമെട്രിക്കൽ ആയിട്ടായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഞാൻ പറയുന്നത് ഇതാണ് ഇലക്ട്രോൺ ക്ലൗഡ് എന്ന് വിചാരിക്കുക. ഇങ്ങനെയാണ് ഇലക്ട്രോൺ ക്ലൗഡ് ഉള്ളതെന്ന് വിചാരിക്കും. ഓക്കെ, അത് സിമെട്രിക് ആയിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് ഇതിന്റെ സെന്റർ ഓഫ് ചാർജ് എന്ന് പറയുന്നത് എവിടെ തന്നെയാണ്? ന്യൂക്ലിയസിൽ തന്നെയാണ്. ഓക്കെ, ദ സെന്റർ ഓഫ് ചാർജ് ഓഫ് ദ ഇലക്ട്രോൺ ക്ലൗഡ് ഈസ് അറ്റ് ദ ന്യൂക്ലിയസ്. ഓക്കെ, ഇതാണ് എന്ന് പറയുന്നത് ഒരു ഐസൊലേറ്റഡ് നോൺ മെറ്റൽ ആറ്റമാണ് ഇത്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു അറിയോ? ഇതിന് തൊട്ടടുത്തായിട്ട് എന്ത് ചെയ്യുന്നു? ഒരു പോസിറ്റീവ് ചാർജ് കൊണ്ടുവെക്കുന്നു. ഒരു പോസിറ്റീവ് ചാർജ് ഇവിടെ കൊണ്ടുവെക്കുന്നു. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ഞാനൊരു പോസിറ്റീവ് ചാർജ് കൊണ്ടുപോയി വെച്ചു. ഓക്കെ, ഒരു പോസിറ്റീവ് ചാർജ് ആണ്. ഇത് കൊണ്ടുപോയി വെച്ചാൽ എന്താ സംഭവിക്കുക? ഈ പോസിറ്റീവ് ചാർജ് ഈ ആറ്റത്തിലുള്ള പോസിറ്റീവ് ചാർജിന് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അപ്പോൾ ഇവിടെയാണ് നേരത്തെ പോസിറ്റീവ് ചാർജ് ഉള്ളതെങ്കിൽ, പോസിറ്റീവ് ചാർജ് ന്യൂക്ലിയസ് എങ്കിൽ അതിനെ റിപ്പൽ ചെയ്യുന്നതുകൊണ്ട് പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും? കുറച്ച് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യും? ഡിസ്പ്ലേസ് ചെയ്യപ്പെടും. പക്ഷേ ഈ നെഗറ്റീവ് ചാർജ് ഉള്ള ക്ലൗഡിനെ ഇത് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. അതുകൊണ്ട് ഇതിന്റെ ഈ ഷേപ്പ് എന്ത് ചെയ്യും? മാറും. ഓക്കെ, ഇവിടെ എന്ത് സംഭവിക്കുന്നു അറിയോ? ഈ പോസിറ്റീവ് ചാർജസ് ന്യൂക്ലിയസ് ഇങ്ങോട്ടേക്ക് മാറി ഈ നെഗറ്റീവ് ചാർജ് ക്ലൗഡിന്റെ ഷേപ്പ് ഇങ്ങനെയായി മാറി, ഒന്ന് ഡീഫോം ചെയ്യപ്പെട്ടു. കാരണം എന്താണ്? ഇവ തമ്മിലുള്ള അട്രാക്ഷൻ കാരണം. മനസ്സിലായില്ലേ? അങ്ങനെ ഡീഫോം ചെയ്യപ്പെടുമ്പോൾ ഈ നെഗറ്റീവ് ചാർജ് ക്ലൗഡിന്റെ സെന്റർ എന്ന് പറയുന്നത് നേരത്തെ ന്യൂക്ലിയസിനടുത്തായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് ന്യൂക്ലിയസിൽ നിന്ന് വിട്ടു നിൽക്കും. അത് ഇങ്ങോട്ടേക്ക് സെപ്പറേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഇവിടെയുള്ള ഈ ഇലക്ട്രോൺ ക്ലൗഡിന്റെ നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യപ്പെടും? സെപ്പറേറ്റ് ചെയ്യപ്പെട്ടു. മനസ്സിലായോ?
അപ്പൊ ഇതാണ് ഇവിടെ നടക്കുന്ന എന്ത് എന്ന് പറയുന്നത്, ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായി? പക്ഷെ ഇവിടെയുള്ള കേസിൽ ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് ഫ്രീ ഇലക്ട്രോൺ കാരണം ഉണ്ടാവുന്നതല്ല, പിന്നെ എന്താണ്, ബൗണ്ട് ഇലക്ട്രോൺസ് കൊണ്ട് ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് ഇൻഡക്ഷൻ ഇൻ നോൺ മെറ്റൽസിനെ നമ്മൾ വിളിക്കുന്ന പേര് പോളറൈസേഷൻ എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? പോളറൈസേഷൻ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യപ്പെട്ടു എന്നാ പറയാ, ഈ നോൺ മെറ്റൽ ആറ്റം പോളറൈസ് ചെയ്തു എന്നാ പറയുന്നത്. മനസ്സിലായില്ലേ? നിങ്ങളൊരു നോൺ മെറ്റൽ കൺസിഡർ ചെയ്യുക, അതിൽ കുറെ എന്തുണ്ടാവും, ഇത്തരത്തിലുള്ള ആറ്റംസ് ഉണ്ടാവും. അതിനടുത്ത് നിങ്ങൾ ഇങ്ങനെ ഒരു പോസിറ്റീവ് ചാർജ് കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, അവിടെയുള്ള ഓരോ ആറ്റത്തിലും ഇങ്ങനെ സംഭവിക്കും. മനസ്സിലായോ? അതുകൊണ്ട് അവിടെ എന്തുണ്ടാവും, ഒരു നെറ്റ് നെഗറ്റീവ് ചാർജ് എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഈ പോസിറ്റീവ് ചാർജിന് അടുത്തോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, പോസിറ്റീവ് ചാർജ് ഫാർദർ സൈഡ് എന്ത് ചെയ്യും, ഷിഫ്റ്റ് ചെയ്യും. മനസ്സിലായോ? അപ്പൊ അവിടെ എന്തുണ്ടാവും, ഒരു ഇൻഡക്ഷൻ, ഇൻഡ്യൂസ്ഡ് ചാർജ് ഉണ്ടാവും. മനസ്സിലായോ? പക്ഷെ അതിനെ വിളിക്കുന്ന പേര് ഇൻഡക്ഷൻ ഇൻ നോൺ മെറ്റൽസ്, അതായത് എന്താണ്, പോളറൈസേഷൻ എന്നാ പറയുക. മനസ്സിലായില്ലേ? ഇനി അങ്ങനെയുള്ള ഒരു ഇൻസുലേറ്ററിന് നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്തുകൊണ്ടാ, അവിടെ ഫ്രീ ഇലക്ട്രോൺസ് അല്ല. ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടത് ഫ്രീ ഇലക്ട്രോൺസ് അല്ല, എന്താണ്, ബൗണ്ട് ഇലക്ട്രോൺസ് ആണ്. നമ്മൾ നേരത്തെ എന്താ ചെയ്തത്, അവിടെ ഒരു വസ്തുവിനെ പോസിറ്റീവ് ചാർജ് ആക്കി മാറ്റാൻ എന്ത് ചെയ്തു, നെഗറ്റീവ് ചാർജുള്ള സൈഡിനെ എർത്ത് ചെയ്തു. പക്ഷെ ഇവിടെ നമ്മൾ എർത്ത് ചെയ്തത് കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. കാരണം എന്തുകൊണ്ട്, അതൊരു ഇൻസുലേറ്റർ ആണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു നോൺ മെറ്റലിനെ, അതായത് ഒരു ഇൻസുലേറ്ററിനെ ഈ ഇൻഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ് ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല, ചാർജ് ചെയ്യാൻ സാധ്യമല്ല. മനസ്സിലായോ? ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കാര്യം പറഞ്ഞു, എന്താണ്, നിങ്ങളൊരു പോസിറ്റീവ് ചാർജുള്ള ഗ്ലാസ് റോഡിനെ ഒരു ചെറിയ കഷ്ണം പേപ്പർ പീസിന് അടുത്ത് കൊണ്ടുവന്നാൽ അത് അട്രാക്ട് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ? എന്തുകൊണ്ട് അട്രാക്ട് ചെയ്യുന്നത്? ഇതൊരു പേപ്പർ പീസ് ആണെന്ന് വിചാരിക്കൂ, ഇതൊരു പേപ്പർ പീസ് ആണെന്ന് വിചാരിക്കൂ. ഈ പേപ്പർ പീസിനടുത്തേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു പോസിറ്റീവ് ചാർജുള്ള ഗ്ലാസ് റോഡ് കൊണ്ടുവന്നു എന്ന് വിചാരിക്കുക. അപ്പൊ എന്താ സംഭവിക്കുക, ഇതിൽ കുറെ എന്തുണ്ടാവും, ഇതേപോലെ ആറ്റംസ് ഉണ്ടല്ലോ അല്ലെ? ഈ ആറ്റം, ഇതിലുള്ള ഇങ്ങനെയുള്ള ആറ്റംസിൽ എന്ത് നടക്കും, ഇതേ പ്രോസസ്സ് നടക്കും. എന്ന് പറഞ്ഞാൽ പോളറൈസേഷൻ നടക്കും. ആ പോളറൈസേഷൻ കാരണം എന്ത് സംഭവിക്കും, ഈ പോസിറ്റീവ് ചാർജുള്ള ഗ്ലാസ് റോഡ് വെച്ച സൈഡിൽ എന്ത് ചെയ്യും, ഒരു നെഗറ്റീവ് ചാർജ് അക്യുമുലേറ്റ് ചെയ്യും. ഈ സൈഡിൽ എന്ത് ചാർജ് അക്യുമുലേറ്റ് ചെയ്യും, ഒരു പോസിറ്റീവ് ചാർജ് അക്യുമുലേറ്റ് ചെയ്യും. മനസ്സിലായി? ഈ നെഗറ്റീവും ഈ പോസിറ്റീവും തമ്മിൽ എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും. അങ്ങനെയാണ് ഇത് എന്ത് ചെയ്യുന്നത്, ന്യൂട്രൽ ബോഡീസിന് എന്ത് ചെയ്യുന്നത്, അട്രാക്ട് ചെയ്യുന്നത്. അവിടെ ഇൻഡക്ഷനാണ് നടക്കുന്നത്. പക്ഷെ അതെന്താണ്, അതിനെ വിളിക്കുക എന്താണ്, അതിന് ഇൻസുലേറ്റർ ആയതുകൊണ്ട്, പേപ്പർ എന്ന് പറയുന്ന ഒരു ഇൻസുലേറ്റർ ആയതുകൊണ്ട് അവിടെ നടക്കുന്നതാണ് പോളറൈസേഷൻ. അപ്പൊ പോളറൈസേഷൻ കാരണം അവിടെ എന്തുണ്ടാവുന്നു, ചാർജ് ഉണ്ടാവുന്നു. ഗ്ലാസ് റോഡിനടുത്ത് നെഗറ്റീവ് ചാർജ്, അതിന്റെ ഫാർദർ സൈഡിൽ എന്താണ്, പോസിറ്റീവ് ചാർജ്. അപ്പൊ ഇത് അടുത്തായത് കൊണ്ട് ഇവ തമ്മിലുള്ള അട്രാക്ഷൻ ആണ് ഇവ തമ്മിലുള്ള റിപ്പൾഷനേക്കാൾ എന്താണ്, കൂടുതൽ. കാരണം ഇലക്ട്രോൺ എന്താണ്, ഈ നെഗറ്റീവ് ചാർജ് എന്താണ്, ഈ ഗ്ലാസ് റോഡിന് അടുത്താണുള്ളത്. അതുകൊണ്ട് അട്രാക്ഷൻ ഉണ്ട്. ഇതും എന്താണ്, റിപ്പൾഷൻ ഉണ്ട്. പക്ഷേ ദൂരം കൂടുതലായതുകൊണ്ട് റിപ്പൾഷനേക്കാൾ കൂടുതൽ എന്താണ്, അട്രാക്ഷൻ ആണ്. അതുകൊണ്ട് ഇത് എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും. അങ്ങനെയാണ് എന്ത് ചെയ്യപ്പെടുന്നത്, ഒരു ചാർജ്ഡ് ബോഡി ന്യൂട്രൽ ബോഡീസിന് എന്ത് ചെയ്യുന്നത്, അട്രാക്ട് ചെയ്യുന്നത്. മനസ്സിലായോ ഐഡിയ? ഓക്കെ. അപ്പൊ ഇതാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ in the case of metals and non-metals. നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ മുഖേന നിങ്ങൾക്ക് കണ്ടക്ടേഴ്സിനെ മാത്രമേ ചാർജ് ചെയ്യാൻ പറ്റുകയുള്ളൂ, ഇൻസുലേറ്റേഴ്സിനെ ചാർജ് ചെയ്യാൻ പറ്റില്ല. കണ്ടക്ടേഴ്സിന്റെ കേസിൽ ഇൻഡ്യൂസ്ഡ് ചാർജ് ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു ദ ഇൻഡ്യൂസിംഗ് ചാർജ്. ഓക്കെ. ഇത് എക്സ്റ്റൻഡഡ് ബോഡീസിന്റെ കേസിൽ മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ പോയിന്റ് സൈസ് ഒബ്ജക്റ്റിന്റെ കേസിൽ ഇൻഡക്ഷൻ പോസിബിൾ അല്ല. ഇൻസുലേറ്റേഴ്സിന്റെ കേസിൽ ഇത്തരത്തിൽ നടക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പോളറൈസേഷൻ. ഓക്കെ. അങ്ങനെ പോളറൈസേഷൻ കാരണം ഇൻസുലേറ്ററിൽ ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് ചാർജ് എന്ന് പറയുന്നത്, ഇൻഡ്യൂസ്ഡ് ചാർജ് ഈസ് ഈക്വൽ ടു -q ഇൻഡ്യൂസിങ് into 1 minus 1 by k എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. where k is called dielectric constant. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കും. and from this equation you can say induced charge in the case of insulator is less than inducing charge. ഓക്കെ. ഇനി നിങ്ങൾക്ക് ബാക്കിയുള്ള ക്ലാസ്സുകൾ കേൾക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.